അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് മുഹിബ്ബു ത്വബരി റഹിമഹുല്ലാഹ്. അവിടുന്ന് ഇസ്തിഗാസയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചതിനെയാണ്. ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ് ഇമാം മുഹിബ്ബുദ്ദീൻ ത്വബരി റഹിമഹുല്ലാഹ്. അഹ്മദ് ബിനു അബ്ദുല്ലാഹി ബിനു മുഹമ്മദ് ത്വബരി എന്നാണ് അവിടുത്തെ പൂർണ്ണമായ നാമം. അദ്ദേഹം രചിച്ച വിശുദ്ധ മക്കയുടെയും കഅബാലയത്തിൻ്റെയും മഹത്വങ്ങളും ചരിത്രവുമൊക്കെ പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അത്തശ്വീഖു ഇലാ ബൈത്തിൽ അതീഖ്. പ്രസ്തുത ഗ്രന്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ പരാമർശിക്കുന്ന അധ്യായത്തിൽ നമ്മൾ മുമ്പ് പരാമർശിച്ച ഉത്ബിയുടെ സംഭവം മുഹിബ്ബു ത്വബരി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് അവിടുന്ന് സിയാറത്തിൻ്റെ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ നമ്മൾ പറയേണ്ട ചില പ്രയോഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്: യാ റസൂലല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലേ, ലൈസ മിന്നാ മുൻഖലബുൻ അൻക, അങ്ങേ വിട്ടുപിരിഞ്ഞു പോകലോ, വലാ ദഹാബുൻ അൻ ബാബിക, അങ്ങയുടെ കവാടം ഒഴിഞ്ഞു പോകലോ ഞങ്ങളിൽ നിന്നുണ്ടാവുകയില്ല നബിയെ. വലാ അഹദുൻ യുസ്തശ്ഫഉ ബിഹി ഗൈറക, അങ്ങയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് ശുപാർശകനുമായിട്ടില്ല. ലിഅന്നക നബിയുനാ വ അക്രമുൽ ഖൽഖി അലല്ലാഹി, കാരണം അങ്ങ് ഞങ്ങളുടെ പ്രവാചകനാണ്, മാത്രമല്ല സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ആദരണീയനായവരുമാണങ്ങ്. അർസലക റഹ്മത്തൻ ലിൽ ആലമീന വബഅസക മുൻഖിദൻ ലിൽ മുദ്നിബീൻ, ലോകർക്ക് കാരുണ്യമായിട്ടാണ് അള്ളാഹു അങ്ങയെ നിയോഗിച്ചത്, പാപികൾക്ക് രക്ഷകനായിട്ടുമാണ്. ഫവാസൗ അതാഹ് ഇൻ റദ്തനാ ഖായിബീൻ, അതിനാൽ അങ്ങ് ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കുകയാണെങ്കിൽ അത് എത്ര വലിയ കഷ്ടമാണ്. വവാ ഹസ്റതാഹ് ഇൻ കുന്നാ ഇൻദക ഗൈറ മഖ്ബൂലീൻ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടാത്തവരാവുകയാണെങ്കിൽ അത് എത്രയോ വലിയ ഖേദകരമാണ്. നഊദു ബില്ലാഹി മിൻ ഗളബിക അലൈനാ വനലൂദു ബിഅവാതിഫികൽ കരീമത്തി മിൻ ഇറാദിക അന്നാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള കോപത്തിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അങ്ങ് ഞങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതിൽ നിന്ന് അങ്ങയുടെ ആദരണീയമായ സ്നേഹവാത്സ്യങ്ങളിൽ ഞങ്ങൾ അഭയം തേടുകയും ചെയ്യുന്നു നബിയെ. ഫുഖറാഉക വളുഅഫാഉക വഖാസിദൂക വറാജൂക ഫലാ തുഖയ്യിബ് ളന്നനാ ഫീക്, ഇതാ അങ്ങയുടെ ദരിദ്രരും അങ്ങയുടെ ദുർബലരുമായ ദാസന്മാർ അങ്ങയെ ലക്ഷ്യം വെച്ചവരും അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ചവരുമായി വന്നിരിക്കുന്നു. അതിനാൽ അങ്ങയിലുള്ള ഞങ്ങളുടെ നല്ല പ്രതീക്ഷയെ അങ്ങ് നിരാശപ്പെടുത്തരുതേ. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായാണ് ബഹുമാനപ്പെട്ട മുഹിബ്ബു ത്വബരി അവിടുത്തെ അത്തശ്വീഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യേണ്ടതിൻ്റെ രൂപങ്ങൾ വിശദീകരിക്കുന്നത്. ഇതേ സമാനമായ അർത്ഥത്തിലല്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ബൂസിരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പാടിയത്: ഹാശാ അൻ യുഹ്രിമർ റജീ മകാരിമഹു ഔ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമീ. എന്താണ് അർത്ഥം? അവിടുത്തെ ഉദാരതയും അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചു വരുന്നവനെ അവിടുന്ന് നിരാശനാക്കുകയോ തടയുകയോ ചെയ്യുക എന്നതിൽ നിന്ന് അവിടുന്ന് എത്രയോ പരിശുദ്ധനാണ്. അഥവാ അങ്ങയിൽ അഭയം തേടി വരുന്ന ഒരാളെയും അവിടുന്ന് നിരാശനാക്കി പറഞ്ഞേക്കുകയില്ല. അവിടുത്തെ അരികിൽ ചെല്ലുന്ന ഒരാളും ആദരിക്കപ്പെടാതെയും പരിഗണിക്കപ്പെടാതെയും മടങ്ങുക എന്നത് സംഭവിക്കുകയേ ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ശുഅബുൽ ഈമാനിൽ സമാനമായ പ്രയോഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരായ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തേണ്ട പ്രയോഗങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഇസ്തിഗാസ നടത്തണമെന്നതിന് പണ്ഡിത ലോകത്തിൻ്റെ അംഗീകാരമായി നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.